ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ധോണിയിൽ ആന ഇറങ്ങുന്നത് വ്യാപകമാവുകയാണ്. ഇപ്പോൾ ധോണിയിൽ കൊയ്ത്താകാറായി. ഇതിനിടയിലാണ് കർഷകരെയൊക്കെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് വീണ്ടും കാട്ടാന ഇറങ്ങുന്നത്. ഇന്നലെ പുലർച്ചെ ഈ ധോണിയിൽ ഈ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിരുന്നു. ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് ആന ഇറങ്ങിയത്. ഏകദേശം കൃഷിയെല്ലാം നശിപ്പിച്ചു പോയി. ഇപ്പം എന്താ പറയുക, കൊയ്യാനായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇത് വന്ന് ചവിട്ടി മെതിക്കുകയാണോ അതോ തിന്നുകയും ചെയ്തിട്ടുണ്ട്? മെതിക്കുന്നുണ്ട്, കുറച്ച് വാരി വലിച്ച് തിന്നുന്നുണ്ട്. ഇപ്പോൾ എത്ര രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ടാവും? ഒരു ഏക്കറാന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് 28,000 ചില ഉൾപ്പെടെ നഷ്ടം വന്നിട്ടുണ്ടാവും. ഒരുപാട് കാലങ്ങളിൽ ഈ ആനകളെ ചവിട്ടും കുത്തും ഏൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ദൈവാധീനം എന്ന് വിചാരിക്കണം. കൃത്യമായ ഒരു ബെൻസിങ് ഇല്ലാത്തതിൻ്റെ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഈ ആന ഇങ്ങോട്ട് വരുന്നത്. ഈ അടുത്തായിട്ട് ഇറങ്ങുന്ന ഒറ്റയാനാണല്ലോ. ഒറ്റയാനാണ് ഇപ്പോൾ 2-4 ഇവരുടെ കൃഷിയിൽ വന്നിട്ട് 2ാം തവണയും ഇത് ഇറങ്ങുന്നത്. അതിന് മുമ്പ് എന്നും വീടുകളുടെ ഇടയിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നൊരു CCTV ദൃശ്യങ്ങളൊക്കെ കാണിച്ച് നിങ്ങൾ വന്ന് ന്യൂസ് എടുത്തിട്ട് പോയതായിരുന്നു. അതുകൊണ്ട് ഈ ആനേനെ എത്രയും പെട്ടെന്ന് മുകളിലേക്ക് ആട്ടിക്കയറ്റാനുള്ള സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതേമാതിരി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന്. ഇപ്പോൾ ഈ രീതിയിലാണ് ഈ കർഷകരുടെയൊക്കെ പ്രധാന ആശങ്ക എന്ന് പറയുന്നത്. ഇത്രയും നാളും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. PT7 പിടിച്ചതിന് ശേഷം കുറേ നാളുകൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോയി. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ നെല്ലുകൾ വിളയാറാകുമ്പോൾ, ഇത് ഏകദേശം ഈ ഒരു നെല്ല് അടുത്ത ആഴ്ച കൊയ്യാൻ പാകത്തിനായതാണ്. ആ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ ആന വരുന്നു, ഈ നെല്ല് തിന്നുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ആശങ്ക.